രോഹിത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ധന്യ. നവീൻ ബാബുവിൻ്റെ മരണം നമ്മൾ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും പല വാർത്തകൾ വരുമ്പോഴും ഷിരൂരിലെ അർജുൻ്റെ മരണം പോലെ നമുക്കാർക്കും മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഓരോ ദിവസവും പുതിയ അപ്ഡേഷൻസ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ അടുത്തെത്തി കൂടുതൽ വിവരങ്ങൾ തേടി മൊഴിയെടുത്തു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിൽ കളക്ടർക്കും PP ദിവ്യയ്ക്കുമെതിരെയുള്ള മൊഴികൾ മഞ്ജുഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. PP ദിവ്യേക്കാൾ നവീൻ ബാബുവിൻ്റെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് കളക്ടർ അരുൺ K വിജയനെതിരെയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് രോഹിത്തിന്റെ ഒരു അഭിപ്രായം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്? ഇന്നലെ കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ആദ്യമായി മൊഴിയെടുക്കുന്നതിന് വേണ്ടി പത്തനംതിട്ടയിലുള്ള മലയാലപ്പുഴയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ, അദ്ദേഹത്തിന്റെ സഹോദരൻ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നവീൻ ബാബുവിന്റെ കോൾ ഹിസ്റ്ററി അടക്കമുള്ള ലിസ്റ്റുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഈ മൊഴിയെടുക്കലിന് ഹാജരായത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴും കളക്ടർക്കെതിരെ ഉള്ള ആരോപണങ്ങളിൽ അവർ ഉറച്ചു നിൽക്കും. മാത്രമല്ല, കളക്ടർ തന്റെ വീട് സന്ദർശിക്കേണ്ട എന്നത് ആ ഭാര്യ പറഞ്ഞിട്ടാണ്. കാണാൻ വരേണ്ട, ആ സഹതാപം ആവശ്യമില്ല എന്നത് ആ ഭാര്യയ്ക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. തന്റെ വീട്ടിൽ ആര് വരണം വരണ്ട എന്നുള്ളത്. കളക്ടർക്കെതിരെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കളക്ടർ പറഞ്ഞ ഒരു വാചകമാണ്, തന്നോട് നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയിരുന്നു. അതിൽ ഭാര്യ പറയുന്നു, അവിടുത്തെ ജീവനക്കാരോട് നല്ല രീതിയിൽ പെരുമാറാത്ത, സൗഹാർദ്ദപരമായി പെരുമാറാത്ത ഒരാളാണ് കണ്ണൂർ കളക്ടർ. അതുകൊണ്ട് തന്നെ നവീൻ ബാബു അത്തരത്തിലൊന്നും പറയണമെങ്കിൽ അതൊരിക്കലും അദ്ദേഹത്തിനോട് പറയില്ല, അദ്ദേഹത്തിന്റെ രീതികൾ അങ്ങനെ പറയാൻ പറ്റുന്നതല്ല എന്ന നിലപാടിലാണ് ഈ ഭാര്യയും കുടുംബവും ഉറച്ചു നിൽക്കുന്നത്. നോക്കൂ, ഏറെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കേസാണിത്. കാരണം എന്ന് പറയുന്നത്, ഇതിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള PP ദിവ്യ എന്ന് പറയുന്ന ആൾ കണ്ണൂരിലെ ഇടത് കോട്ടകളുടെ സജീവ മുഖമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇന്നലെ അവിടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നു. പുതിയ പ്രസിഡന്റ് അധികാരമേറ്റിരിക്കുന്നു. ദിവ്യ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെയും മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് കണ്ണൂർ കളക്ടറുടെ വിലക്കുണ്ടായിരുന്നു. ഇതൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കേസിൽ ഒരു ദുരൂഹത മറനീക്കി പുറത്തു വരുന്ന കുടുംബത്തിന് തങ്ങളുടെ ഭർത്താവിന് എന്താണ് ലഭിച്ചത് എന്നതിന് ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോഴും ചില കൂട്ടം ആളുകൾ, ഒരു 10% ആളുകളെങ്കിലും ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട്. അതിനനുസരിച്ച് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചിലരുടെ കാര്യങ്ങളൊക്കെ വെച്ച് വാർത്തകളും വരുന്നുണ്ട്. ഇത് കൊലപാതകമാകാനുള്ള സാധ്യതകൾ ഇന്നതാണ്. കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയിൽ ഷാജൻ സ്കറിയ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇത് കൊലപാതകമാകാനുള്ള സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു. അതിന് കാരണങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്തായാലും എന്താണ് നവീൻ ബാബു എന്ന് സംഭവിച്ചത് ഇത് അറിയുവാനുള്ള ഒരു ത്വര മലയാളികൾക്കുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ അത് എത്രമാത്രം ഇപ്പോൾ ചർച്ചയാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു വലിയ സംശയമുണ്ട്. തുടക്കത്തിലുണ്ടായിരുന്ന ആവേശമൊന്നും ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്കില്ല. അതിൻ്റെ ചൂടാറിയിരിക്കുന്നു. PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതോടുകൂടി ആ വാർത്താ പ്രാധാന്യം കുറഞ്ഞിരിക്കുന്നു എന്നത് നമുക്ക് മാധ്യമങ്ങൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഷാജൻ സ്കറിയുടെ പേര് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഷാജൻ സ്കറിയെക്കാളും കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം താല്പര്യമുള്ള ഒരാളാണ് രോഹിത്. ഒരു കാര്യങ്ങളെ കാണുന്നത് കുറേ വർഷമായിട്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്കറിയാം. ഓരോ കാര്യങ്ങളെ കാണുന്നത്, ഒരു വാർത്തയെ കാണുന്ന രീതി, സമീപിക്കുന്ന രീതിയൊക്കെ എനിക്കറിയാം. ഈ ഒക്ടോബർ 15 നവീൻ ബാബുവിൻ്റെ മരണം നടന്നത് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ അത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രോഹിത്തിന് എന്താണ് ഈ ഒരു വിഷയത്തിൽ? അല്ല, അതിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം, ഇപ്പം മറുനാടൻ മലയാളിയിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് ആധികാരികമായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടാകാം, എനിക്കറിയില്ല. എന്തായാലും നമുക്കൊരു നിലപാട്, ഇത് കൊലപാതകമാണെന്നോ അല്ലെങ്കിൽ ആത്മഹത്യയാണെന്നോ ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ അതിൽ നോക്കൂ. ഇതിന് കാരണക്കാരനായ ആ പമ്പ് മുതലാളി പ്രശാന്തൻ, അദ്ദേഹത്തിൻ്റെ ഒപ്പുകൾ, 2 തരത്തിലുള്ള ഒപ്പുകൾ. അദ്ദേഹം മൊഴി കൊടുത്തിരിക്കുന്നത് ഏറെ വിചിത്രമായ മൊഴിയാണ്. എനിക്ക് 2 ഒപ്പുകളുണ്ട്, അത് 2ഉം എൻ്റെ ഒപ്പുകൾ തന്നെയാണ് എന്നാണ്. തനിക്ക് ഇപ്പോൾ എത്ര ഒപ്പുണ്ട്? എനിക്ക് ഒരൊപ്പേ ഉള്ളൂ. പക്ഷെ ആ ഒപ്പിടുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകൃതിയിലൊക്കെ മാറ്റം വരാം. പക്ഷെ അദ്ദേഹം മൊഴി കൊടുത്തിരിക്കുന്നത് ബാങ്കിൽ അങ്ങനെയൊക്കെ ഒപ്പിടുമ്പോൾ അവർ പറയും നിങ്ങൾ കറക്റ്റായിട്ട് ഒപ്പിടും, ഇതല്ലല്ലോ. ഉറപ്പായിട്ടും എനിക്ക് 2 ഒപ്പുകളുണ്ട് എന്നാണ് ഈ പമ്പുടമയുടെ. അറിയില്ല, അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം. എന്തായാലും പക്ഷേ ഈ അന്വേഷണ സംഘം അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമാണ് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന ആരോപണവും ബാക്കി നിൽക്കുന്നുണ്ട്. ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ഒരു നീക്കം കേരള പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ പോലും അതിനെ തള്ളിക്കളയുവാൻ സാധിക്കില്ല. പക്ഷേ ഇതിനകത്ത് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, കുടുംബം പറയുന്നു കണ്ണൂർ കളക്ടറോട് അദ്ദേഹം ഇങ്ങനെ മനസ്സ് തുറക്കാൻ സാധ്യതയില്ല എന്ന്. പക്ഷേ കണ്ണൂർ കളക്ടർ അത് പറയുകയാണ്. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് അങ്ങനെ ഒരു മൊഴി, അദ്ദേഹം മണ്ടനൊന്നുമല്ല, അങ്ങനെ ഒരു മൊഴി പറയണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടാകും. അതെന്താണെന്ന് മരണപ്പെട്ട നവീൻ ബാബുവിനും കണ്ണൂർ കളക്ടർക്കും മാത്രം അറിയാവുന്ന കാര്യമാണ്. അത് അദ്ദേഹം
അന്വേഷണ സംഘത്തിനോട് പറയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പി ദിവ്യയെ സംരക്ഷിക്കുക എന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അവരത് ചെയ്യുക. പാർട്ടി CPM ആണ്. അവിടെ മഞ്ജുഷയും കുടുംബവും പത്തനംതിട്ടയിലെ CPMകാരാണെന്നോ അവരുടെ സർവീസ് സംഘടനകളിൽ CPM അനുകൂല സംഘടനയുടെ ആളുകളാണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഈ പറയപ്പെടുന്ന പി ദിവ്യ തന്നെയാണ്. CPMൻ്റെ ഒരു രീതി നമുക്കറിയാമല്ലോ. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ശ്രീമതി ടീച്ചറിന് ശേഷം, ശൈലജ ടീച്ചറിന് ശേഷം കണ്ണൂരിൽ നിന്ന് വരാനുള്ള ഒരു വനിതാ മന്ത്രി, ഭാവിയിലെ മന്ത്രിയാണ് പി ദിവ്യ എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. പക്ഷേ പി ദിവ്യയുടെ അഭിമുഖം 24-ൽ ദീപക് ധർമ്മടം ചെയ്തിരുന്നു. അതിൽ 10 തവണയിലധികം ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ അവരും പറയാണ്. ഞാനും ആത്മഹത്യയുടെ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, മാധ്യമ വേട്ടയാടലിന് ഇരയാകപ്പെടുന്നു എന്നൊക്കെ ദിവ്യയും അവിടെ പറയുന്നുണ്ട്. അത് സഹതാപത്തോടു കൂടി 24 പോലെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിൻ്റെ സത്യം അറിയണം. ഇത് സത്യം അറിയിക്കുവാനുള്ള ഏക മാർഗം മാധ്യമങ്ങൾ പറയുന്നതല്ല, പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൃത്യമായി പുറത്തു വരണം. ഇടപെടലുകളില്ലാത്ത ഒരു അന്വേഷണം വേണം. എന്താണ് സംഭവിച്ചത്, ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത്, ദിവ്യയാണോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പമ്പ് മുതലാളിയാണോ അല്ലെങ്കിൽ കളക്ടറാണോ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണോ, ഇത് എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയുവാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ അത് അവകാശം നമ്മുടെ നാട്ടുകാർക്കുണ്ട്. പല മാധ്യമങ്ങളും പലതരത്തിൽ, ഒരു കൂട്ടം ആളുകൾ ദിവ്യയ്ക്ക് അനുകൂലമായി വാർത്തകൾ ചെയ്യുന്നു, മറ്റൊരു കൂട്ടം ആളുകൾ ഈ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്നു. പക്ഷേ ഇതിൽ എന്ത് സംഭവിച്ചു എന്ന് ഈ എത്രയും പെട്ടെന്ന് വലിച്ചിഴയ്ക്കാതെ, ഇപ്പോൾ തന്നെ ഈ ഒരു വാർത്തയുടെ ഇമ്പോർട്ടൻസ് മാധ്യമങ്ങൾ കുറച്ച് കൊണ്ടുവരികയാണ്. ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ച് ദിവ്യ പുറത്തിറങ്ങിയതോടുകൂടി ഇത് വാർത്തയെ അല്ലാതാകുന്നൊരിടത്താണ്. പക്ഷേ ഇന്നലത്തെ അന്വേഷണ സംഘത്തിൻ്റെ പത്തനംതിട്ട നോക്കൂ, അന്വേഷണ സംഘം രൂപീകരിച്ച എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുടുംബത്തിൻ്റെ മൊഴി പോലും രേഖപ്പെടുത്തുന്നത്. അവർ പ്രതിഷേധം പറഞ്ഞതിന് ശേഷം, പ്രതിഷേധം അറിയിച്ചതിന് ശേഷം എന്തുകൊണ്ട് ഞങ്ങളെ കാണാൻ വരുന്നില്ല, മൊഴിയെടുക്കുന്നില്ല എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ മൊഴിയെടുപ്പ് പോലും അവിടെ നടക്കുന്നത് എന്നത് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൽ CBI അന്വേഷണം ആവശ്യപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? CBI അന്വേഷണം ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നോക്കൂ, അതുണ്ടാകാതിരിക്കാനാണ് CPM അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് പാർട്ടി സമ്മേളനങ്ങളുടെ കാലഘട്ടത്തിൽ അവർ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്കോ സംസ്ഥാന കമ്മിറ്റിയിലേക്കോ ഒക്കെ നാമനിർദ്ദേശം ചെയ്യപ്പെടേണ്ട ഒരാളായിരുന്നു പി ദിവ്യ. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ്. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഏറ്റവും ബേസ് കമ്മിറ്റിയാണ് ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, അങ്ങനെയാണ് ഇത് മുന്നോട്ട് വരുന്നത്. അതിൽ ഏറ്റവും താഴെക്കിടയിലേക്ക് CPM പി ദിവ്യയെ തരം താഴ്ത്തിയിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി മറ്റൊരാളെ അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതായത് പാർട്ടി സംരക്ഷണം പി ദിവ്യയ്ക്കില്ല, അത് ഇരയ്ക്കാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുടുംബത്തിന് ആശ്വാസം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുണ്ട് CPMൻ്റെ, ഇവർക്കൊക്കെ പാർട്ടി നടപടി എടുത്തിരിക്കുന്നു, പാർട്ടിയുടെ രീതികൾ ശരിയാണ്, ഇനി അതിനകത്തൊരു CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ പിണറായി വിജയൻ ഭരിക്കുന്ന പോലീസ് അന്വേഷിച്ചാൽ അതിൻ്റെ സത്യം പുറത്തു വരും എന്ന ഒരു ആത്മവിശ്വാസം എന്തായാലും അവിടുത്തെ ആളുകൾക്കുണ്ടാകും. പിന്നെ ഇതൊരു വലിയ വിവാദങ്ങളിലേക്ക് പോകും. ഇനിയൊരു വിവാദം കൂടി ഈ ഇടതുപക്ഷ സർക്കാർ താങ്ങില്ല. അതിനപ്പുറത്തേക്കുള്ള വിവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു വിവാദം പാർട്ടി ബേസിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ അത് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഈ പി ദിവ്യ ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ പ്രസിഡന്റ് സ്ഥാനത്തൊന്നും മാറ്റുന്നത് നോക്കി അത് നോർമൽ നടപടിയായിട്ട് കാണാം. പക്ഷെ അവരെ പാർട്ടിയിൽ തരം താഴ്ത്തിയിരിക്കുന്നത് ഒരു CBI അന്വേഷണം എന്നൊരു ആവശ്യം ഉയർന്നു വരാതിരിക്കാൻ വേണ്ടി ബുദ്ധി കേന്ദ്രങ്ങൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ പറയപ്പെടുന്ന നവീൻ ബാബുവിൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇതിനകത്ത് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ വേറെ വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായേക്കാം. അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തവർ, ഈ സംഭവങ്ങൾക്ക് സാക്ഷിയായവർ, ആ ചടങ്ങിൽ ഉണ്ടായിരുന്നവർ, ഇവരൊക്കെ സാക്ഷികളായേക്കാം. ഒപ്പം തന്നെ ഈ ദിവ്യയുടെ പ്രസംഗം അത് അവിടുത്തെ ഒരു ലോക്കൽ മാധ്യമം ഷൂട്ട് ചെയ്ത് പുറത്തുവിട്ടതാണ്. ഇതൊപ്പം തന്നെ അതിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും അവരുടെ സഹപ്രവർത്തകരും ഷൂട്ട് ചെയ്തിട്ടുണ്ടാകാം. ഇതൊക്കെ അന്വേഷണ സംഘം കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു CBI അന്വേഷണം ഒന്നും നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരത് അന്വേഷിക്കും. അവരുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അവസാനത്തെ ഫലം, റിസൾട്ട് എന്താണ് എന്ന് മാത്രമാണ് നമുക്ക് നോക്കാൻ സാധിക്കുക. എന്ത് തന്നെയായാലും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ അവരുടെ ഒരു കണ്ണൂരിലെ CPMന് പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റ വിഷയമാണ്. കണ്ണൂരിൽ നിന്ന് ഒരുപാട് പ്രശ്നം. ഇപ്പോൾ EP ജയരാജൻ വിഷയം തന്നെ നോക്കും. EP ജയരാജൻ ഏറെ അസ്വസ്ഥനാണ് പാർട്ടിയിൽ. P ജയരാജൻ്റെ അവസ്ഥ നമുക്കറിയാം. EPയെയും ഒരു ഒതുക്കലിൻ്റെ വശത്തേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കി EP ജയരാജൻ പുസ്തക ബോംബുമായി എത്തിയതാണ്. അതിനകത്ത് പിന്നീടുണ്ടായ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. EPയെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രീതിയിൽ EP കൈയഴുകി മാറി നിൽക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നതാണ്, കട്ടൻ ചായയും പരിപ്പോടയും എൻ്റെ പുസ്തകത്തിന് ആരെങ്കിലും പേരിടുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പുസ്തകത്തിന്, കമ്മ്യൂണിസത്തിൻ്റെ ഇവരൊക്കെ കളം നിറഞ്ഞ് ആടിയ കാലഘട്ടത്തിൽ
പരിപ്പൂടെയും കട്ടൻ ചായയും വഹിച്ച പങ്ക് എത്രയാണെന്ന് വലിയ പങ്ക് മുറിവിടിയും ഈ 3 സാധനങ്ങൾ CPM-ന്റെ വളർച്ചയ്ക്ക് അവരുടെ കമ്മിറ്റികളിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് ചരിത്രം. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് അങ്ങനെ ഒരു പേരിടുന്നതിൽ ഒരു തെറ്റും നമ്മൾ കാണുന്നില്ല, നല്ല പേര് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും DC ബുക്സിനെ പോലൊരു ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക പാരമ്പര്യമുള്ള ഒരു പബ്ലിഷേഴ്സ് ഈ പറയപ്പെടുന്ന EP ജയരാജനെ പോലൊരു വലിയ മുതിർന്ന CPM നേതാവിൻ്റെ പുസ്തകം അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ പ്രിന്റ് ചെയ്ത് ഷോപ്പുകളിൽ എത്തിച്ച് പിറ്റേന്ന് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളടക്കം മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഈ പുറത്തുവിട്ട മാധ്യമങ്ങളിലൂടെ ഇത് പുറത്തു വന്നപ്പോൾ EP കയ്യഴിയാണ്. മാതൃഭൂമി ബുക്സിനോടായിരുന്നു എനിക്ക് താല്പര്യം. എന്തായാലും EP-യുടെ അനുവാദമില്ലാതെ DC ബുക്സ് ഇത് പ്രിന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും കണ്ണൂരിലെ CPM-ൽ ആകെ പ്രശ്നങ്ങളാണ്, മുഴുവൻ കലുഷിതമായി നിൽക്കുന്നു, പല കാരണങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. കണ്ണൂരിൽ നിന്നൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാതെ അടുത്തത് മുഹമ്മദ് റിയാസിനെ പാർട്ടിയുടെ തലപ്പത്തേക്കും അടുത്ത പിണറായി വിജയൻ്റെ ശേഷക്കാരനാക്കി കൊണ്ടുവരുവാനുള്ള നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് ഇവരുടെയൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യസന്ധമായ കാര്യം തന്നെയാണ്. എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത എന്ത് തന്നെയായാലും മറന്നേക്ക് പുറത്തു വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും.